പ്രിയ മാതാപിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ 10ാമത്തെ എപ്പിസോഡിലേക്ക് കയറുകയാണ്. പ്രൊഫസർ സാപ്പിയൻസ് ക്ലിനിക്കിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് പഠന വൈകല്യങ്ങളെ പറ്റിയാണ്, ലേണിംഗ് ഡിസബിലിറ്റീസ്. അതൊരു സീരീസാണ്. അതിൻ്റെ ആദ്യത്തെ പാർട്ട് 1 കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഇനി അതൊരു 5-10 വരും. പക്ഷെ അതിനിടയിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. അതായത് പലരും പരീക്ഷാ ഭയത്തിലാണിപ്പോൾ. SLC, CBSE, 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലൊക്കെ പരീക്ഷയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പല കുട്ടികളുടെ മാതാപിതാക്കളുടെ പിള്ളേരെ കൊണ്ടടുത്ത് വരാറുണ്ട് ഈ ഭയം മാറ്റാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച ഒരു എപ്പിസോഡ് അതിന് ചെയ്യാമെന്ന്. അതാണ് ഇപ്പോൾ അതേപറ്റി ചെയ്യാണ്. എങ്ങനെ പരീക്ഷ ഭയം മാറ്റാം. അതിന് നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധം എന്ന് പറയാനുള്ളത് NLP എന്ന് പറയുന്ന ടെക്നിക്ക്. NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അതായത് ന്യൂറോ എന്ന് പറയുമ്പോൾ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട നെർവസ് സിസ്റ്റമാണ്. ലിംഗ്വിസ്റ്റിക് എന്ന് വെച്ചാൽ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു പ്രത്യേക ലാംഗ്വേജിൽ എന്ന് വെച്ചാൽ വികാരങ്ങളുടെ ബേസിസിലാണ് പലതും കിടപ്പുണ്ട്. സന്തോഷമുള്ള വികാരമുണ്ട്, സങ്കടം എന്ന വികാരമുണ്ട്, കോപമുണ്ട്, ഭയമുണ്ട്. ഇത് മൂന്നും നെഗറ്റീവാണ്. ഇതവിടെ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ വിഷമത്തിലാണ്. ഈ പരീക്ഷയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഭയമാണ് പിള്ളേർക്ക് വരുന്നത്. എല്ലാവർക്കും അല്ല, ഉള്ളവർക്ക്. നന്നായിട്ട് പഠിച്ച പിള്ളേർ വരെ പരീക്ഷയ്ക്ക് പേടിച്ചിട്ടിരിക്കുകയാണ്. മറന്നുപോയാലോ, ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരും നമ്മൾ കുറ്റം പറയുന്നില്ല. ഇങ്ങനെ ഭയം കാണിക്കുന്ന ഒരു കുട്ടീനെ നമ്മളാരും കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന് ഞാൻ അഡ്വാൻസായിട്ട് പറയാം. പിന്നെ അവരെ ഭയം എങ്ങനെ മാറ്റാം, അവർ സ്വയം ചെയ്യുക, അല്ലെങ്കിൽ അറിഞ്ഞതിന് സഹായിച്ചു കൊടുക്കാം. ആ ടെക്നിക്കാണ് NLP. ഈ NLPനെ പറ്റി ഉള്ള ഒരു സീരീസ്, ഒരു എപ്പിസോഡ് ഈ പ്രൊഫസർ സാപ്പിയൻസ് ക്ലിനിക്കിൻ്റെ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് NLP ആണ്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നും പറയാൻ പോകുന്നത്. അത് അന്ന് 2 കൊല്ലം 3 കൊല്ലമായി അത് പോസ്റ്റ് ചെയ്തിട്ട് 7800 പേരായിട്ടാണ് കണ്ടത്. ഭയം മാറ്റാനുള്ളൊരു ടെക്നിക്കാണ് എഴുതിയിരിക്കുന്നത്. സ്വിഷ് മെത്തേഡ്, സ്വിഷ് എന്ന് പറയാറ്. ഡീറ്റെയിൽഡായിട്ട് ഇനി പറയാം. അപ്പോൾ സ്വിഷ് മെത്തേഡ് എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകൾ, സങ്കടമാകാം, കോപമാകാം, ഭയമാകാം, നിമിഷം നേരം കൊണ്ട് 5 മിനിറ്റ്, 10 മിനിറ്റ്, 15, 20 മിനിറ്റുള്ളിൽ നീക്കം ചെയ്യാൻ എന്നേക്കുമായിട്ട്. പിന്നെ അത് വരില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാനിവിടെ സാധാരണ ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ സ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഏകദേശം പറഞ്ഞുതരാം. മനസ്സ് എപ്പോഴെങ്കിലും അസ്വസ്ഥമായാൽ, സങ്കടം വന്നാൽ, ദേഷ്യം വന്നാൽ, പേടി വന്നാൽ, ശരീരവും അസ്വസ്ഥമാകും. ശരീരം അസ്വസ്ഥമാണെന്ന് വെച്ചാൽ ചിലർക്ക് നെഞ്ചിടിപ്പ്, ചിലർക്ക് തലയിൽ വേദന, വിങ്ങണ പോലെ, കണ്ണീന് വെള്ളം വരിക, അല്ലെങ്കിൽ മുഖത്താകെ എന്തോ വീർത്ത പോലെ, തോളിന് വലിച്ചിൽ വേദന, വയറ്, കൈകാലുകൾ വിറക്കില്ല, എന്തെങ്കിലുമൊക്കെ വിറപ്പോ തളർച്ച എന്തെങ്കിലും ഉണ്ടാവാം മനസ്സിലെ വിഷമം വന്നാൽ. ഈ മനസ്സിലുള്ള വിഷമത്തിനെ കളയണം. അത് പോകട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകില്ല. അത് കളയാനുള്ള ടെക്നിക്ക് NLPയിലുണ്ട്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശരീരം അസ്വസ്ഥമാകും. ഇപ്പം ഞാൻ പറഞ്ഞത്, ശരീരത്തിലെ അസ്വസ്ഥതകളെ നീക്കം ചെയ്യാൻ സാധിച്ചാൽ മനസ്സിലേയും പോകും. പിന്നെ മനസ്സിലും വരില്ല, ശരീരത്തിലും വരില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഉദാഹരണത്തിന് നെഞ്ചിടിപ്പ്, പരീക്ഷയുടെ കാര്യത്തിൽ നെഞ്ചിടിപ്പ്, ഭയങ്കര നെഞ്ചിടിപ്പ് കൂട്ടിക്ക് എന്ന് വിചാരിച്ചു. ബാക്കിയെല്ലാം നോർമലാണെന്ന് വിചാരിച്ചു. ആ നെഞ്ചിടിപ്പ്, ഇവിടെയാണ് നെഞ്ചിടിപ്പ് വരുന്നത്. ആ കണ്ണടച്ചിട്ട് ആ നെഞ്ചിടിപ്പിനെ കൈകൊണ്ട് പറിച്ചെടുക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക, മനസ്സിൽ കാണുക. എന്നിട്ട് കുറച്ച് കയ്യിൽ വന്നു എറിഞ്ഞു കളയാം. റെഡി, 1, 2, 3. റെഡി, 1, 2, 3. 1, 2, 3 എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറിച്ചു കളയാം. ഇങ്ങനെ ഇത് തന്നെ ചെയ്താൽ മതി. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിലെ നെഞ്ചിലിപ്പ് കുറഞ്ഞ് വരും. നല്ലോണം താഴ്ന്നു കഴിയുമ്പോൾ
പിന്നെ ഒന്നും കൂടിയും പരീക്ഷണപ്പെട്ട് ചിന്തിക്കുക. അപ്പോൾ പിന്നെയും പൊങ്ങേക്കാം. പിന്നെയും ഇത് പറിച്ച് കളയണം. അപ്പോൾ പിന്നെയും താഴും. പിന്നെയും പരീക്ഷണപ്പെട്ട് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി പോകും. പഴയ പോലെ വരില്ല. അങ്ങനെ 2-3 റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ 4-5 6 റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരീക്ഷയെ പറ്റി എത്ര ചിന്തിച്ചാലും നമുക്ക് പേടിയുണ്ടാവില്ല. അത് കഴിഞ്ഞ് പെർമനൻ്റ്ലി പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ എന്ത് അസ്വസ്ഥത വന്നാലും ശരീരത്തിലെയാണ് പറിച്ച് കളയുന്നത്. തലേന്നാണെങ്കിൽ ഇങ്ങനെ പറിക്കുക, കൈയാണെങ്കിൽ ഇങ്ങനെ പറിക്കുക, വയറാണെങ്കിൽ ഇങ്ങനെ പറിക്കുക, ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ പറിച്ച് കളയാം നമുക്ക്. അതാണ് NLPയിലെ സ്വിഷ് ടെക്നിക്കിൻ്റെ പ്രത്യേകത. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. ഈയിടെ ഒരു ആൾ വന്നു, അയാൾക്ക് ഒരു 45 വയസ്സ് കാണും. അത് നല്ലൊരു ഉദ്യോഗസ്ഥനൊക്കെയാണ് പറയുമ്പോൾ. ഇയാൾക്ക് എട്ടുകാലിനെ പേടിയാണ്, ചിലന്തി, സ്പൈഡറിന് ഭയങ്കര പേടിയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ ഭയപ്പെടുന്ന സാധനം സ്പൈഡറാണ്, ചിലന്തിയാണ്. അപ്പോൾ അതിനെ TV-യിൽ കണ്ടാലും പേടിയാണ്, ചെറുതിനെ കണ്ടാലും പേടിയാണ്. അത് മാറ്റണം. അയാളുടെ ഭാര്യ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് NLP ചെയ്യാം. ഞാൻ ചുരുക്കി പറയാണ്, NLP ചെയ്യാം. അപ്പോൾ ആദ്യം ഉള്ളിൽ ഒരു വിഷമമുണ്ടാക്കിയിട്ടാണ് നമ്മൾ പറയണത്. മനസ്സിൽ പേടി വന്നാലേ ദേഹത്ത് കാണുള്ളൂ. ദേഹത്തുള്ളതാണ് നമ്മൾ കളയുന്നത്. അപ്പം അതിനുവേണ്ടി ഞാനൊരു ഇവിടെ എട്ടുകാലിയും പല സാധനങ്ങളുടെയും മോഡലിരിപ്പുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ. ഒരു എട്ടുകാലിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു. ഇത് കണ്ട എട്ടുകാലി കണ്ടതെന്ന്. ഇത് കണ്ടാൽ മതി, അതൊക്കെ അറിയാം, പ്ലാസ്റ്റിക്കാണെന്ന് അറിയാം. അന്നേരം അത് പേടിച്ചു അയാൾ. അപ്പോഴേക്കും അയാൾക്ക് നെഞ്ചിൽ ഇടിപ്പും ഭയങ്കര നെഞ്ചിടിപ്പ്, എന്തോ കൂടെ അസ്വസ്ഥത. ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, പറിച്ച് കള. ഞാനൊരു 10-20 പ്രാവശ്യം ആക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ ഒരു താന്ന് 0 അപ്പോൾ ഞാൻ അതിനേക്കാളും വലുതിനെടുത്തു. അയാൾ എൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, കണ്ണടച്ചിരിക്കുന്നത്. കണ്ണൂർ നോക്ക്. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ അയാൾ പിന്നെയും പേടിച്ചു. പിന്നെ അയാളുടെ ലെവൽ കൂടി, ഒരു 8 ഡിഗ്രി, 10-ൽ 8 ഡിഗ്രി വരെയൊക്കെ എത്തി. അത് പറിച്ച് കളഞ്ഞ് താഴ്ത്തി. പിന്നെ അതിൻ്റെ വലുതുണ്ട്, അതിപ്പോൾ കാണിക്കണില്ല. അവസാനം ഒരുവിധമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൊടും ഭീകരനെടുത്ത് വളരെ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ കാണിച്ചു. അപ്പോഴേക്കും പിന്നെയും കയറി. അന്നേരം 10 വരെ എത്തണില്ല, ലെവൽ അത്ര എത്തണില്ല, ഒരു 5 വരെയൊക്കെ എത്തിയുള്ളൂ. അതും പറിച്ച് കളഞ്ഞപ്പോൾ പിന്നെ പേടിയേ പോയി. പിന്നെ ഞാൻ കയ്യിലോട്ട് കൊടുത്തു, അത് തടവാൻ പറഞ്ഞു. ഇങ്ങനെ തടവി. പേടിയുണ്ട ഇല്ല, ഒരു ഉമ്മ കൊടുക്കാവോ? ഉമ്മ കൊടുത്തു. കേസ് കഴിഞ്ഞു. എല്ലാം കൂടി 15 മിനിറ്റ് എടുത്തുള്ളൂ. അത്രയ്ക്കും സിമ്പിളാണ് ഈ സാധനം. പിന്നെ വരില്ല. മറ്റൊരാളുടെ കേസ് ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീയാണ്. അവർക്ക് ഈ പാമ്പിനെ പേടിയാണ്. പാമ്പിനെ നമ്മളാരും പിടിക്കില്ല, എന്നാലും ഇത് പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു നടുക്കും, പേടിച്ചു പോകും. അങ്ങനെയുള്ള സീനുകൾ ഞാൻ ഈ പാമ്പിനെ കാണിച്ചു. ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ, റബ്ബറാണ്. ഇങ്ങനെയാണ് ദൂരെ നിന്ന് കാണിക്കണേട്ട. അപ്പോഴേക്കും ഉള്ള പേടി ഇളകി. അതെല്ലാം ഇങ്ങനെ പറിച്ച് കളഞ്ഞ് ലെവൽ താഴ്ത്തി കൊടുക്കും. പിന്നെ അതിൻ്റെ വലുത് വേറെയുണ്ട്, അത് കാണിച്ചു. അപ്പോൾ പിന്നെയും പൊങ്ങി. അങ്ങനെ 2 വാരം കാണിച്ച അവസാനം ഏറ്റവും കൂടിയ സ്ഥലത്തിലെ പറഞ്ഞിങ്ങനെ എടുത്തു. അപ്പോൾ പിന്നെ പഴയ പോലെ വലിയ പേടി തോന്നിയില്ല അവർക്ക്. പിന്നെ അത് കുറച്ചുണ്ട്, അതും ഇങ്ങനെ പറിച്ച് കളഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, കഴുത്തിലുള്ളവൻ ചോദിച്ചു, ഒരു കഴുത്തിലിട്ട് അങ്ങനെ വലിയ അഭിമാനത്തോടെ നിൽക്കുകയാണ്, പാമ്പിനെ തൊട്ടു എന്നുള്ള പോലെ. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പരീക്ഷ പേടി താരതമ്യേന നിസ്സാരമാണ്. NLPയിൽ സഹിക്കുന്നവർക്ക് വലുത് തന്നെ, വളരെ വലുതാണ്. ഞാനതിനെ ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷെ കളയാം, ഇത് ചെയ്യുക. അത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ എപ്പിസോഡ് നമ്പർ 1 കിട്ടും. ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഞെക്കിയാൽ നമുക്ക് എപ്പിസോഡ് 1 പോകും. ഇല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് എപ്പിസോഡ് നമ്പർ 1 പ്രൊഫസർ ഹാപ്പിനെസ് ക്ലിനിക് എപ്പിസോഡ് നമ്പർ 1 അടിച്ചാൽ കിട്ടും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇത് NLP ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇടയ്ക്ക് നിർത്തണമെങ്കിൽ നിർത്താം, കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് കണ്ണുറന്നു ഒന്നും കുഴപ്പമില്ല. ഉള്ളങ്ങനെ വെച്ച് സഹിച്ച് നിൽക്കണമെന്നൊന്നുമില്ല. പറിച്ച് കളഞ്ഞിട്ട് എന്തെങ്കിലും കാണിച്ചാലും പറിച്ചിട്ട് പോകണില്ലെങ്കിൽ കണ്ണുറക്കാം, വേറെ കുഴപ്പമൊന്നും വരില്ല. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് എപ്പിസോഡ് 1 ഇപ്പം തന്നെ കണ്ടോളൂ.
ഓക്കെ.